താങ്ക്സ് എ ലോട്ട്. ഒരു സെക്കൻഡ് മൈക്ക് കൊടുക്കാൻ പറ്റേ, കാരണം രാജേട്ടാ, നേരത്തെ കോഴിക്കോട് പറഞ്ഞതുപോലെ എന്ന് പറഞ്ഞ് ഇവിടെ നമ്മുടെ മൂവി പ്രൊമോഷൻ പോയി. പക്ഷെ ഇവരുടെ ആഗ്രഹം കോഴിക്കോട് പാടിയ പോലെ ഒരു പാട്ട് ഇവിടെയും പാടണമെന്നാണ്. കഴിഞ്ഞ നിങ്ങൾ തന്നെ കാണുന്നുണ്ടാവും, കഴിഞ്ഞൊരു ഒരാഴ്ചയായിട്ട് ഞാനൊരു 1500 ഇന്റർവ്യൂ കൊടുത്ത് എന്റെ പാടുന്നാണ് പറയുന്നത് എല്ലാവരും. ഓ, ആ രണ്ടുപേരി പാട്ട്, ആ അത് വേണ്ടത് വേണ്ടത് അത് ഞാൻ ഇപ്പൊ ഇറങ്ങാൻ പോകുന്ന സിനിമയാണല്ലോ. അപ്പൊ ഞാൻ കോഴിക്കോട് പാടിയ പാട്ട് തന്നെ രണ്ടുപേരും പാടാൻ പറ്റുള്ളൂ. കാരണം വേറെ ഞാൻ പാടിയ പാട്ടുകളൊന്നും എനിക്ക് തന്നെ വലിയ പിടിച്ചോ അറിയില്ല. അല്ല, എനിക്ക് തോന്നുന്നു എല്ലാവർക്കും കേൾക്കുന്നത് ആ രണ്ടുപേരും പാടാൻ തോന്നുന്നു. എന്റെ ഏത് പാട്ട്? സൂര്യമുഖം, ഇനിയൊരു പുതിയ മുഖം, പുതിയ മുഖം, ഇനിയൊരു പുതിയ മുഖം. സത്യം പറഞ്ഞാൽ എനിക്ക് വേറെ വാക്കുകൾ അറിയില്ല. എന്റെയൊക്കെ നന്നായിട്ട് എനിക്ക് തോന്നുന്നു ഈ പാട്ട് പറയാൻ എന്റെ ചേട്ടനാണ്. എന്റെ ചേട്ടൻ എവിടെ പോയാലും ആൾക്കാരെ പുതിയ മുഖം പാടിക്കുന്നുണ്ട്. എന്തായാലും താങ്ക് യു സോ മച്ച്. ഇനിയും നമ്മൾ കാണാൻ സാധിക്കട്ടെ. ഞാൻ കാണുന്നുണ്ട് ഒരുപാട് പടങ്ങളും പെയിന്റിംഗ് ഒക്കെ കാണുന്നുണ്ട്. എനിക്ക് ഇവിടെ സ്റ്റേജിന്റെ സെറ്റപ്പ് ഇങ്ങനെ ആയതുകൊണ്ട് പിടുത്തം കിട്ടുന്നില്ല എങ്ങനെയാണ്. പക്ഷെ ഞാൻ പറ്റിയാൽ അത് വാങ്ങിക്കാം. താങ്ക് യു. നമുക്ക് ഒരു കാര്യം വേണ്ട, രാജുവിന്റെ കൊല്ലം ഫാൻസ് അസോസിയേഷൻ ആളുകൾ നമ്മളോടൊപ്പം അവരെ നമുക്ക് വിളിക്കണ്ടേ? എല്ലാവരും കാണുമല്ലോ. യെസ്, കൊല്ലം പൃഥ്വിരാജ് ഫാൻസ് അസോസിയേഷൻ ആളുകളെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുക. നമ്മുടെ മുഖ്യ അതിഥികളെല്ലാം നമ്മളോടൊപ്പം ഷോറൂമിന് മുന്നിലുള്ള വേദിയിൽ എത്തിച്ചേരുന്നതാണ്. അവിടെ വെച്ചിട്ടായിരിക്കും റിബൺ കട്ടിംഗ് സെറമണി ആൻഡ് ഇനോഗ്രൽ സെറമണി. അപ്പോ അതിന് മുന്നോടിയായിട്ട് ഇവിടെ ഈ ഒരു സ്റ്റേജിൽ നമ്മൾ റാപ്പ് ചെയ്യുന്നതിന് മുൻപ് കൊല്ലത്തെ പൃഥ്വിരാജിന്റെ ഏറ്റവും വലിയ സപ്പോർട്ട് എന്ന് നമുക്ക് പറയാം. പൃഥ്വിരാജിന്റെ കൊല്ലം ഫാൻസ് അസോസിയേഷൻ ഭാരവാഹികളെ, ആ ഒരു ടീം മെമ്പേഴ്സിനെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നിരവധിയായ ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുക്കുവാൻ വേണ്ടി നമ്മുടെ പട്ടണത്തിലേക്ക് വന്ന കല്യാൺ സിക്സിൻ്റെയും കല്യാൺ ഹൈപ്പർ മാർക്കിൻ്റെയും എല്ലാ പ്രവർത്തനങ്ങൾക്കും എന്നും കൊല്ലം നഗരസഭ ഒപ്പമുണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചെറിയ വാർത്ത നടത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി നമ്മുടെ ഇനോഗ്രൽ അഡ്രസ്സിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഉദ്ഘാടന പ്രസംഗത്തിനായി നമ്മളോടൊപ്പം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന മുഖ്യ അതിഥി നമ്മുടെ പ്രിയങ്കരനായ ധനകാര്യമന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ അവർകളെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഈ ഒരു ഗ്യാതറിംഗ് അഡ്രസ് ചെയ്യാനായിട്ട്. ഓവർ ടു യു സർ. അധ്യക്ഷ,